അധ്യക്ഷൻ നിങ്ങളുടെ പ്രസിഡന്റായ ശ്രീ പ്രവീൺ മോഹൻ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജിയോ സ്റ്റാറിൻ്റെ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡായിട്ടുള്ള ശ്രീ പീയൂഷ് ഗോയൽ, സ്വാഗതം ആശംസിച്ച ശ്രീ PB സുരേഷ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ കൃഷ്ണകുമാർ, എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ CR സുധീർ, ശ്രീ ബിനു ശിവദാസ്, ശ്രീ NE ഹരികുമാർ, സഹോദരീ സഹോദരന്മാരെ, സാധാരണഗതിയിൽ പല്ലുകൊഴിയുന്ന സിംഹങ്ങളെയൊന്നും ആരും ഉദ്ഘാടനത്തിന് വിളിക്കാൻ പാടില്ലാത്ത സമയമാണ്. കാരണം എൻ്റെ മേയർ സ്ഥാനം ഏതാണ്ട് തീർന്നു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ ആശങ്ക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ഞാൻ മേയറല്ല, നിങ്ങൾക്ക് മേയറായിരിക്കും ചിലപ്പോൾ, പക്ഷെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു പ്രയാസം വരും. പക്ഷേ ശ്രീ സുധീർ വളരെ നിർബന്ധമായി പറഞ്ഞു, ഈ പരിപാടിയിൽ മേയർ തന്നെ പങ്കെടുക്കണം, വന്നേ പറ്റൂ. സുധീറാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ആവർത്തിച്ച് വിളിക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചില ചർച്ചകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കിടക്കാൻ പോവുകയാണല്ലോ, അതിൻ്റെ ചർച്ചകളിൽ ഇരിക്കുമ്പോഴാണ് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ സാധാരണ നിങ്ങളുടെ പരിപാടിക്കൊക്കെ വന്നാൽ, ഏത് പരിപാടിക്കാണെങ്കിലും കൃത്യസമയത്ത് വരുന്ന ഒരാളാണ്. ഇന്ന് വൈകാനുള്ളൊരു കാരണം ഇതാണ് എന്ന കാര്യം ഞാൻ ആദ്യമേ തന്നെ വളരെ ഖേദത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നിങ്ങളുടെ മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കാരണം ഈ ആദ്യം ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരേ ഒരു മാർഗം, ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ കൈയടിക്കാതിരിക്കാൻ മാർഗമില്ല. കേബിൾ TV എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ ആകെ മാറ്റിമറിച്ച ഒന്നാണ്. ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത് ഇവിടെ നിന്നാണ്, ഈ സ്റ്റേഡിയത്തിൽ നിന്നല്ല. ഇപ്പം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കൾ എല്ലാവരും താമസിച്ചിരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഗാന്ധിനഗർ, പനമ്പള്ളി നഗർ. അപ്പം ഞാൻ താമസിച്ചിരുന്ന ഏട്ടാ സുധീറെ, പള്ളൂരത്തിൽ ഒട്ടും വന്നിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന എളമക്കരയിലോ കലൂരിലോ ഒന്നും വന്നിട്ടില്ല. കേബിൾ TV ആദ്യമായിട്ട് വരുന്നത് ഈ പ്രദേശത്താണ്. അതും എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സ്റ്റാർ ഒരു 5-6 ചാനലുകളുണ്ട്. മിക്കവാറും ഞങ്ങൾ സ്പോർട്സ് ഇരുന്ന് കാണും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് TV-യിൽ നമ്മളീ കാണുന്ന ദൂരദർശനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചാനൽ കാണാൻ വേണ്ടി മിക്കവാറും എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഇവിടെ വന്നിരുന്നിട്ടാണ് കേബിൾ TV ആദ്യമായിട്ട് കാണുന്നത്. ഇവിടുത്തെ HIG-യിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത്. അവിടെ തന്നെയാണ് നിങ്ങളുടെ മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല സ്വാധീനിക്കുന്നത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ് സ്വാധീനിക്കുന്നത്. ആ ക്യാമറമാന്മാരല്ല കേട്ടോ, പാവങ്ങൾ. അവർ കാഴ്ചകൾ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. മാധ്യമ മത്സരം ഒരു പരിധിക്കപ്പുറത്ത് നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ ആളുകൾ വളരെ പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാൻ വിചാരിച്ചത്, എന്നോട് ശ്രീ മമ്മൂട്ടിയാണ് ആദ്യമായിട്ടൊരു ചടങ്ങിനടുത്തിരിക്കുമ്പോൾ പറയുന്നത്, ആദ്യം തകരാൻ പോകുന്നത് ഈ TV-യിൽ ആളുകൾ കാണലാണ് എന്നോട് പറഞ്ഞു. എല്ലാവരും മൊബൈലിലേക്ക് മാറുമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് വിശ്വാസം തോന്നിയില്ല. ഇപ്പം എല്ലാവരും മൊബൈലിലേക്ക് മാറി. ഇപ്പോൾ ചാനലുകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെല്ലാം ഇട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല. എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത്, കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയമനത്തോടു കൂടി ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല, പക്ഷെ ഭാവി കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ നമുക്ക് എത്ര വിമർശനം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള കുറേ കൂടി നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേബിൾ TV-യുടെ ഏഷ്യാനെറ്റ് കൂടാതെ കേബിൾ TV പലപ്പോഴും എത്തിക്കുന്നത് സാധാരണഗതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ശ്രീ സുധീർ തന്നെ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇപ്പം ഉണ്ടോ സുധീർ? ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ശ്രീ സുധീറിൻ്റെ ഒരു മിന്നുന്ന വിജയത്തിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണെന്നുള്ളത് സത്യമാണ്. സുധീറിൻ്റെ അച്ഛൻ വളരെ ജനകീയനായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഒരു കേബിൾ TV-യുടെ ഒരു ഓപ്പറേറ്റർ എന്നുള്ളൊരു അംഗീകാരം സുധീറിന് നമ്മുടെ പള്ളുരുത്തിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു സുധീറിൻ്റെ നല്ല മിന്നുന്ന വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
കയ്യടിയൊന്നും ഒട്ടും പോരാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരാൾ ജയിക്കാൻ പാടില്ലാത്തതാണ്. ഈ സുധീർ ഇനിയും ജയിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ കാരണം ആ സീറ്റ് പാവം വനിതയായി. പക്ഷേ എനിക്ക് തോന്നുന്നു ജനകീയ ബന്ധത്തിന് ഇത് വലിയ കാര്യമാണ്. ഞാനതിനൊരു ഉദാഹരണം പറയാം. സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട്. പത്രം ഇടുന്ന ആളുകളുടെ ഒരു സ്വാധീനം, ഓരോ വീട്ടിലുമുള്ള സ്വാധീനം ജഗദീഷ് അഭിനയിച്ച സിനിമയാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് പള്ളുരുത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രാദേശിക ചാനലുകൾ വഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. Since you can't understand anything that I was speaking about, it is good that you are not understanding also what I am speaking. And I feel that some of them who are sitting before me can't also understand what I am speaking. So I was telling that everybody is understanding what you are showing on the TV, but the criticism I was making is that sometimes they are not understanding the actual facts that should be shown before them. Sometimes perverted facts are also being shown. I'm making a general criticism. I'm not speaking about a particular media or not. This happens because there is so much competition and sometimes unfair competition that is also happening among the media. And I feel that since you are outside Kerala, I feel that outside Kerala it is more than politics. It is always entertainment. I think that you are also heading such a group. But in Kerala, even though Kerala still we feel that it's slowly the political discussions are losing ground. I feel that political debates is the most important thing that is actually taking the time of television shows in Kerala. So anyway, you are all part of the whole Malayali family house. I don't think that there is any other state with so much number of cable networks. I don't know, TVs. I don't know. Earlier it was like that. So this is a place where there is so much media presence. Sometimes it is positive, sometimes it is negative. But every time when there is a progression, there can be a negative side of the story, there can be a positive side of the story. That depends on how you use the media also to a certain extent. And I am also a bit skeptical about the corporate power that happens inside the media. A person who stands on the left side of the the debate. And I think you can also understand from the shirt that I wore. Generally I don't wear the shirt, but today when I speak you can also understand what I am referring to. So this happens, and I'm sorry that I can't spend much of the time on the dais because we are going to have the local body elections. And I came just in the midst of our discussions that is happening, so I have to go back. I'm sorry that I won't hear your speech. അപ്പോൾ ഞാൻ മറ്റു വിശദാംശങ്ങൾ I was telling that the presence of the media, one of them is my counselor, Sudhir. So he is also part of this cable network. So I was telling that the cable network, the persons who goes with the cable network also has a general familiarity with all the houses. That was one of the reasons why he got a good majority. And he is doing good work also. And don't think about taking him outside because he won't win outside Kerala. That's the other side of the story. അപ്പോൾ ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാ ആശംസകളും നിങ്ങൾക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ മെഗാ കേബിൾ ഫെസ്റ്റ് നന്നായി നടക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇന്ന് വൈകുന്നേരം നഗരസഭയുടെ കുറേയധികം ഉദ്ഘാടനങ്ങൾ കൂടിയുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു പുറത്ത് ഒരു സംവിധാനത്തിൻ്റെ അവസാനത്തെ മേയർ എന്ന നിലയിലുള്ള എൻ്റെ അവസാനത്തെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. ഞാൻ കടന്നു വന്ന് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങുന്നതിനേക്കാൾ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. കാരണം കയറി വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു പടി കയറുന്നതിനേക്കാൾ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇറങ്ങുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം കയറാനാണ് ബുദ്ധിമുട്ട്, ഇറങ്ങി വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പ്രത്യേകിച്ച് നിലത്തേക്ക് ഇറങ്ങാൻ അതിലേറെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏത് നിലയിൽ നിന്നാണെങ്കിലും നിലത്ത് മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏത് മുകൾ നിലയിലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മണ്ണിലേക്കുള്ള ഇറക്കം തുടങ്ങുകയാണ്. അതിൻ്റെ 2 പടിയാണ് ഇന്ന് ഇറങ്ങുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാൽ എനിക്ക് 2-3 സ്റ്റെപ്പ് ചാടിക്കടന്ന് വീണ്ടും നിലത്തേക്ക് പോകാം ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും, നിങ്ങളുടെ മെഗാ കേബിൾ ഫെസ്റ്റിന് എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. അധ്യക്ഷൻ വളരെ നേരത്തെ തന്നെ എന്നെ പോകാൻ അനുവദിച്ചിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ ഏറ്റവും ശക്തനായ ആൾ അധ്യക്ഷനാണ്. ഞാൻ പലപ്പോഴും കൗൺസിൽ മീറ്റിംഗ് അധ്യക്ഷത വഹിക്കുന്ന ആളാണ്. എന്ത് വേണമെങ്കിലും ഒരു അധ്യക്ഷന് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. നന്ദി, നമസ്കാരം.